നമസ്കാരം. പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ, ആലത്തൂർ താലൂക്കുകളിൽ പ്രചാരത്തിലുള്ള ഒരു തനത് കലാരൂപമാണ് പൊറാട്ടു നാടകം. ഇതൊരു ആക്ഷേപഹാസ്യ നാടകമാണ്. സ്ത്രീ വേഷം കെട്ടുന്ന പുരുഷന്മാരാണ് ഇതിലെ കഥാപാത്രങ്ങൾ. നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളെ ആ നാട്ടിലെ പാണന്മാർ പരമ്പരാഗതമായി പാടി നടക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു കലാരൂപമാണ് പൊറാട്ടു നാടകം. ആ പൊറാട്ടു നാടകമാണ് ഇന്നലെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ സംഭവിച്ചത്. തൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് മോണാക്റ്റിൽ സമ്മാനം നേടിയിട്ടുള്ള ആരോഗ്യമന്ത്രി വീണ ജോർജ് അക്ഷരാർത്ഥത്തിൽ തൻ്റെ അഭിനയ പ്രതിഭ ഇന്നലെ കണ്ണൂരിൽ നിന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഇതിനെ വിശേഷിപ്പിക്കാൻ പൊറാട്ടു നാടകം എന്നല്ലാതെ മറ്റൊരു വാക്കും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. CPIM എന്ന രാഷ്ട്രീയ പാർട്ടിയും അതിലെ നേതാക്കളും അതിൻ്റെ മന്ത്രിമാരും നിലനിൽക്കുന്നത് തന്നെ നുണ വ്യാപാരം ചെയ്തുകൊണ്ടാണ്. അവർക്ക് പ്രവർത്തിക്കാൻ അറിയില്ല, ജനങ്ങളെ സഹായിക്കാൻ അറിയില്ല. എന്നാൽ അവർ എക്കാലത്തും നുണ വ്യാപാരികളാണ്. മാർക്സിയൻ ആശയങ്ങൾ തന്നെ ഒരു നുണയായിരുന്നു. സമത്വസുന്ദരമായ ഒരു നാട് സൃഷ്ടിക്കും എന്ന് പറഞ്ഞ് ജനത്തെ കബളിപ്പിച്ചു ഇക്കൂട്ടർ. സോവിയറ്റ് യൂണിയനിലും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലും ജനങ്ങൾ സഹികെട്ട് ഒടുവിൽ ഭരണാധികാരികളെ തല്ലിയോടിച്ച് ജനാധിപത്യത്തിൻ്റെ ശുദ്ധവായു ശ്വസിച്ച് വളർന്നു വരുന്നു. ബംഗാളിലും ത്രിപുരയിലും ഈ നുണവ്യാപാരികളുടെ നിറം കണ്ടാൽ ആളുകൾ തല്ലിയോടിക്കും. എന്നാൽ പ്രബുദ്ധരെന്ന് സ്വയം വിശ്വസിക്കുന്ന നമ്മൾ ഇപ്പോഴും ഈ നുണവ്യാപാരികളുടെ അടിമകളായതുകൊണ്ട് അവർ നമ്മളുടെ വിവരക്കേടിനെ, അറിവില്ലായ്മയെ മുതലെടുത്തുകൊണ്ട് ഇപ്പോഴും പച്ചക്കള്ളങ്ങൾ പറഞ്ഞ് നുണനാടകം അഭിനയിച്ച് ഇവിടെ വിലസുകയാണ്. ഞാൻ ഇതുവരെ കരുതിയിരുന്നത് ഈ മന്ത്രിസഭയിലെ ഏറ്റവും വലിയ നുണയൻ വ്യവസായ മന്ത്രി P. രാജീവാണ് എന്നാണ്. ഒരു വ്യവസായവും കൊണ്ടുവരാതെ, ഒരു നിക്ഷേപവും എത്താതെ ഇന്ത്യയിലെ ഏറ്റവും നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാണ് കേരളം എന്ന് പറയാനുള്ള ഉളുപ്പില്ലായ്മ. അതുകൊണ്ടാണ് രാജീവിന് ആ കിരീടം ഇതുവരെ സാധാരണ ജനങ്ങൾ കൊടുത്തത്. ആ കിരീടമാണ് ഇന്നലെ കണ്ണൂരിൽ വെച്ച് മന്ത്രി വീണ ജോർജ് എടുത്ത് തലയിലേക്ക് വെച്ചത്. നിങ്ങൾ ആ ദൃശ്യങ്ങളിലേക്ക് നോക്കുക. വീണ ജോർജ് ആക്രമിക്കപ്പെട്ടു. വീണ ജോർജിനെ കൊല്ലാൻ ശ്രമിച്ചു. വീണ ജോർജിനെ വളഞ്ഞിട്ട് ആക്രമിച്ചു. വീണ ജോർജിന് കഴുത്തിൽ പരിക്കേറ്റു. വീണ ജോർജ് ICUവിലാണ് എന്നൊക്കെയുള്ള വാർത്തകളും സോഷ്യൽ മീഡിയ പ്രചരണവും ചാനൽ പൊട്ടിത്തെറിയും ഒക്കെ നടക്കുമ്പോൾ എവിടെയാണ് അതിനെ പിന്തുണയ്ക്കുന്ന ഒരു ദൃശ്യം? നിങ്ങൾ നോക്കുക. സകല ചാനലുകളും അവിടെയുണ്ട്. കാരണം രാവിലെ മുതൽ കണ്ണൂരിൽ വീണ ജോർജിന് പ്രതിഷേധം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വീണ ജോർജിനെ തടയാൻ ശ്രമിച്ചതിന്റെ പേരിൽ യൂത്ത് ലീഗിന്റെ നേതാവിനെ പാർട്ടി പ്രവർത്തകർ മർദ്ദിച്ചു കണ്ണൂരിൽ. അങ്ങനെ പോയിടത്തെല്ലാം പ്രതിഷേധം നേരിട്ടുകൊണ്ടിരുന്ന വീണ ജോർജിനെ സംരക്ഷിക്കാൻ വലിയൊരു പോലീസ് സംഘം വീണയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചാനലുകൾ അവിടെ ഉണ്ടായിരുന്നു. എല്ലാ ചാനലുകളുടെയും മുമ്പിൽ വെച്ചാണ് ഈ നാടകം അരങ്ങേറിയത്. ഇതുവരെ ചാനൽ ക്യാമറകളിലോ CCTV ദൃശ്യങ്ങളിലോ ഇതൊക്കെ സംഭവിക്കുമെന്ന് കരുതി ഈ കേസ് പ്രവർത്തകർ മുൻകൂട്ടി നിശ്ചയിച്ച് പകർത്തിയ ദൃശ്യങ്ങളിലോ വീണ ജോർജ് ആക്രമിക്കപ്പെടുന്ന ചിത്രമില്ല. നേരെ മറിച്ച് വീണ ജോർജിനെതിരെ പ്രതിഷേധിക്കുന്നു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ. അവർ റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കുന്നു. അതിനുശേഷം വീണ ജോർജ് വന്നപ്പോൾ അവർ പ്രതിഷേധിക്കുന്നു. അവർ പ്രതിഷേധിക്കാൻ വീണയുടെ മുമ്പിൽ എത്തിയപ്പോൾ തന്നെ പോലീസ് ഈ പ്രതിഷേധക്കാരെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. വീണയുടെ അടുത്തേക്ക് പോലും എത്താൻ കഴിയുന്നില്ല. അപ്പോൾ തന്നെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. എന്നിട്ട് വീണയെ തടയുന്നു. വീണയാണ് വെല്ലുവിളിച്ചുകൊണ്ട്, ഞാൻ എന്താണ് ഭീരുവല്ല, ധൈര്യമുണ്ടെങ്കിൽ വരൂ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ട് വീണയാണ് മുമ്പോട്ട് വരാൻ ശ്രമിക്കുന്നത്. ആ ശ്രമത്തെ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ, SIO CIO ആണെന്ന് തോന്നുന്നു, അവർ തടഞ്ഞു നിർത്തുന്ന ദൃശ്യം നമുക്ക് കാണാം. ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് KC പിള്ളേര് നേരത്തെ തന്നെ ഈ ദൃശ്യങ്ങൾ പകർത്താൻ ഏർപ്പാടാക്കിയിരുന്നു. ആ ദൃശ്യം കാണൂ. ഇതിൽ വ്യക്തമായി തന്നെ ഉണ്ട് പിള്ളേർ പ്രതിഷേധം എന്ന് പറഞ്ഞപ്പോൾ തന്നെ പിടിച്ചുകൊണ്ടുപോകുന്നത്. ഇപ്പോൾ വധശ്രമത്തിനകത്തായിരിക്കുന്ന കുട്ടികളെ കൊല്ലാൻ ശ്രമിച്ചതിന് വാസ്തവത്തിൽ വീണയെയും പോലീസുകാരെയും പ്രതി ചേർക്കണം. ഈ ദൃശ്യം കാണുക.
ഇതൊന്നും വിശ്വസിക്കാത്തവർക്ക് ഇടതുമുന്നണിയിൽ അംഗമായ ഇടതുമുന്നണി നേതാവായ ശ്രേയാംസ് കുമാറിന്റെ ഉടമസ്ഥാവകാശത്തിലുള്ള മാതൃഭൂമി റിപ്പോർട്ട് ചെയ്ത കേൾക്കുക. മാതൃഭൂമിയുടെ റിപ്പോർട്ടറോട് വിളിച്ചു ചോദിക്കുകയാണ് ഇവിടുത്തെ വാർത്താവതാരിക. അപ്പോൾ അയാൾ പറയുന്നത് കൃത്യമായി പറയുന്നു. കേസ് പ്രവർത്തകർ വീണ ജോർജിനെ കരിങ്കൊടി കാട്ടുന്നു. കരിങ്കൊടി കാട്ടിയ അതേ സമയത്ത് തന്നെ പോലീസുകാർ അവരെ പിടിച്ചോണ്ട് പോകുന്നു. വീണ ജോർജ് ബഹളം വയ്ക്കാൻ ശ്രമിക്കുന്നു, ആൾക്കൂട്ടത്തിലേക്ക് ഇടിച്ചു കയറാൻ ശ്രമിക്കുന്നു, നാടകം കളിക്കുന്നു. അതിനുശേഷം വീണ ജോർജ് പ്രതിഷേധമൊക്കെ അവസാനിപ്പിച്ച് 3-ാം പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയാണ്. ഈ വന്ദേഭാരതി കയറാൻ വേണ്ടി പോവുകയാണ്. ഇതെല്ലാം കഴിഞ്ഞു, പിള്ളേരെ പിടിച്ചോണ്ട് പോയി പോലീസ്. പ്രതിഷേധമൊക്കെ കഴിഞ്ഞു, അവർ പൊട്ടിത്തെറിച്ചിട്ട് 1-ാം പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നു. അവിടെ സ്പീക്കർ ഷംസീർ ഉണ്ട്. ഷംസീർ ചോദിക്കുന്നു എന്ത് സംഭവിച്ചെന്ന്. അപ്പോൾ വീണ പറഞ്ഞു എന്നെ പ്രതിഷേധിക്കാൻ ശ്രമിച്ചു, ഞാനിങ്ങ് പോന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സ്പീക്കർ പറഞ്ഞു മുഖ്യമന്ത്രിയെ വിളിക്കൂ. മുഖ്യമന്ത്രിയെ ടെലിഫോണിൽ വിളിക്കുന്നു. മുഖ്യമന്ത്രി ടെലിഫോണിൽ വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് ഈ നുണവ്യാപാരികളുടെ നേതാവായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആശയമായിരിക്കാം തിരിച്ചു പോകൂ, ആശുപത്രി പോകും, നമുക്ക് പ്രക്ഷോഭം ഉണ്ടാക്കാമെന്ന്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അന്ന് കണ്ണൂരിലുണ്ട്. ഇതൊരു സുവർണാവസരം എന്ന് കരുതി മുഖ്യമന്ത്രി നിർദ്ദേശിച്ചപ്പോഴാണ് അവിടെ നിന്ന് തിരിച്ച് 3-ാം പ്ലാറ്റ്ഫോമിലേക്ക് വീണ്ടും വരുന്നത്. ഇത് അവതാരകൻ പറഞ്ഞത് മാത്രമല്ല, ദൃക്സാക്ഷിയുണ്ട്. ഒരു ദൃക്സാക്ഷി ഇത് സംഭവിച്ചതിനെ കുറിച്ച് മറ്റൊരാൾക്കിട്ട വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. ആ വോയിസ് ക്ലിപ്പ് കേൾക്കുക. ഇത് വെറുതെയാ. ഞാന് കണ്ണൂര് റെയിൽവേ സ്റ്റേഷനിൽ വന്ദേ ഭാരതിൽ കയറി നിൽക്കുമ്പോഴാണ് ഇവര് വരുന്നത്. സ്റ്റേഷന്റെ മെയിൻ എൻട്രൻസിന് കുറച്ച് പേര് തടഞ്ഞു എന്നല്ലാണ്ട് വേറെ ഒന്നും നടന്നില്ല. കാരണം ഞാൻ നേരെ ഓപ്പോസിറ്റ് നിന്ന് കണ്ടോണ്ടിരിക്കുക. പോലീസാണെങ്കിൽ ഒരു പറ്റും പോലീസും ഉണ്ട്, ഒന്നും സംഭവിച്ചില്ല. അവരത് എന്നിട്ട് നടന്ന് സ്റ്റെപ്പ് കയറി 3-ാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്ന് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് വീൽ ചെയർ എടുക്കുക, അവർക്ക് കഴുത്തുവേദന ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വീൽ ചെയർ വന്നില്ല, മറ്റൊരു വേറെ വണ്ടി വന്നു. ആദ്യം വീൽ ചെയർ പോലീസുകാർ എടുത്തോണ്ട് വന്നു, അത് കഴിഞ്ഞിട്ട് മറ്റേ വണ്ടി വന്ന് അതിൽ കയറ്റിക്കൊണ്ട് പോയി. അവിടെ വേറെ ഒന്നും നടന്നില്ല. പെട്ടെന്ന് വന്നപ്പം പെട്ടെന്ന് ജൈവിളി കേട്ടപ്പോൾ എല്ലാവരും പേടിച്ച് പോയി എന്നല്ലാണ്ട് വേറൊന്നും അവിടെ ഉണ്ടായില്ല. ചുമ്മാണ് കരിങ്കൊടി കാണിച്ചു, അവര് സിന്താവ വിളിച്ചു എന്നുള്ളത് സത്യമാണ്. രാജിവെക്കണം എന്നും പറഞ്ഞ് എല്ലാം കൂടെ ഒരു 2-3 മിനിറ്റ് പോലും ഉണ്ടായില്ല. അതിനിടയ്ക്ക് മീഡിയക്കാരും കുന്തവും കുറച്ചൊക്കെ ഒരു 50 പോലീസും. എന്നിട്ട് ഈ പെണ്ണുങ്ങൾ നടന്ന് സ്റ്റെപ്പ് കയറി 3-ാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്ന് വന്ദേ ഭാരതിന് അവർക്ക് C4 ആയിരുന്നു. അവിടെ വന്ന്, അതായത് ഞാൻ C9 ആയിരുന്നു, അവര് C4 ആയിരുന്നു. അവിടെ വന്ന് ഇരിക്കുന്നൊക്കെ കണ്ടതാ, ഒരു കുഴപ്പമില്ലാണ്. എന്തൊരു അഭിനയ ദൈവമേ. ജോളി ചോദിക്കുന്നത് കേൾക്കുക. KC-കാരനെ തല്ലാൻ വരുന്ന വീണ ജോർജിനെയാണ് എല്ലാ ചാനലിലും എല്ലാ ക്ലിപ്പിലും ഞാൻ കണ്ടത്. അവസാനം കൈരളി എടുത്ത് മടിയിൽ വെച്ച് വിശദമെന്ന് മറിച്ചു നോക്കി. അവരാണല്ലോ മലയാളത്തിലെ സത്യം പറയുന്ന ഒരേ ഒരു ചാനൽ. പക്ഷെ നിരാശയായിരുന്നു ഫലം. അവിടെയും വെംബ്രിഡ്ജിത കുഞ്ചിത ആക്രോശിതയായി പാഞ്ഞെടുക്കുന്ന മന്ത്രി കൊച്ചമ്മയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. ഇതിനിടയ്ക്ക് എപ്പോഴാണാവൂ അവരുടെ കഴുത്തുളുക്കിയത് ആർക്കറിയാം. ഇതിനിടയിൽ നമ്മുടെ പിണറായി സാർ അവരെ ഫോൺ ചെയ്തിരുന്നു. അതിനുശേഷമാണ് അവർക്ക് കഴുത്തിന് വേദന കൂടിയത്. ഇനി പിണറായി സാർ എങ്ങാനും ടെലിഫോണിലൂടെ ഡോക്ടർ ജിൻഡോ ജോൺ പറഞ്ഞത് ഇത് തന്നെയാണ്. പിണറായി സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പും അനാരോഗ്യ വകുപ്പും തമ്മിലുള്ള കയ്യാങ്കളിയിൽ നാട്ടുകാർ എന്തു പറയാനാണ്. എന്നാലും അഭിനയ വകുപ്പ് മന്ത്രിയുടെ കഴുത്തിനും കൈക്കും മിണ്ടാൻ പറ്റാത്തത്ര വേദനയുള്ളപ്പോൾ നടപടി വേണ്ടതാണ്. ആരോഗ്യമന്ത്രിയുടെ കഴുത്തിൽ പിടിച്ച ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുക. വനിതാ മന്ത്രിയെ ദേഹോപദ്രവത്തിന് ശ്രമിച്ച പുരുഷ പോലീസിനെയും നടപടി വേണം. ഇതൊക്കെ നടക്കുമ്പോൾ ആ ഗൺമാൻ എവിടെ വിഴുങ്ങി നിൽക്കുകയായിരുന്നു. ഇതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ ഒരു തരത്തിലും ഒരു ആക്രമണം ഉണ്ടായിട്ടില്ല. CPM-ന്റെ നുണവ്യാപാരത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കാലത്തെ ഒരു മന്ത്രിയെ ആക്രമിക്കുന്ന വൃത്തികെട്ടവരാണ് കോൺഗ്രസ്സുകാരെന്ന് വരുത്തി തീർത്ത് അതിലേക്ക് ചർച്ച കൊണ്ടുവന്ന് എല്ലാ അർത്ഥത്തിലും ജനവിധി അട്ടിമറിക്കാനുള്ള ഗൂഢാലോചനയായി പിണറായിയുടെ കാഞ്ഞ ബുദ്ധിയിൽ ഉദിച്ചതാണ് ഈ ആശയം. ഒരു സംശയം ഇക്കാര്യത്തിൽ വേണ്ട. ഇത്തരത്തിൽ ഇവർ ഇതിനു മുൻപും പരീക്ഷണം നടത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെ വധിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് വിമാനത്തിൽ വെച്ച് KC പിള്ളാർക്കെതിരെ കേസെടുത്തു. അവരെ EP ജയരാജൻ വളഞ്ഞിട്ട് ആക്രമിച്ചു വിമാനത്തിനുള്ളിൽ. പോലീസ് പിടിച്ച് അവരോട് ചെയ്തത് അന്യായമാണ്. പിന്നീട് കോടതി ചോദിച്ചു എന്തൊരു വൃത്തികേടാണ് നിങ്ങൾ കാണിച്ചതെന്ന്. അതേസമയം ഇതേ പിണറായി വിജയൻ തന്നെ ഉമ്മൻചാണ്ടിയുടെ വാഹനത്തെ കല്ലെറിഞ്ഞ് പൊട്ടിച്ച് ഉമ്മൻചാണ്ടിയുടെ തല പൊട്ടിയപ്പോൾ പറഞ്ഞത് എന്താണ്? യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയെ ആക്രമിച്ചു എന്നോർക്കണം. കല്ലെറിഞ്ഞവന് ഉമ്മൻചാണ്ടിയോട് മാപ്പ് പറയേണ്ടി വന്നു. കാരണം ഉമ്മൻചാണ്ടി കേസിന് പോയില്ല. അതായിരുന്നു ഉമ്മൻചാണ്ടി. കല്ലേറ് കൊണ്ടിട്ടും മിണ്ടാതിരുന്ന ഉമ്മൻചാണ്ടി. എന്നാൽ ഇവിടെയോ ഒരു കാര്യവുമില്ലാതെ ജനത്തെ കബളിപ്പിക്കാൻ, നാട്ടുകാരെ പറ്റിക്കാൻ ഒരു മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ചേർന്ന് നടത്തുന്ന പൊറട്ട് നാടകം. നാണം തോന്നുന്നു ഇവറ്റകളെ ഓർത്ത്.